ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. പേൾവേൻ ഇൻ്റർനാഷണൽ എന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി യാത്രകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ യാത്രയിൽ പരിചയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം അവരാഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് തീർക്കാൻ ആവശ്യമായ പണം അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. മാത്രമല്ല, ഓരോ വ്യക്തിയും അവർ വിശ്വസിക്കുന്ന, അവർ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് ഒരു പുതിയ പരീക്ഷണത്തിന് എപ്പോഴും മുൻപിട്ടിറങ്ങുന്നത്. ചില ആളുകളൊക്കെ ഭാഗ്യത്തിൽ വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു, നാളെ രക്ഷപ്പെടും എന്ന ഒരു പ്രതീക്ഷയും കൊണ്ട്. ചില ആളുകൾ വളരെ കഠിനമായി ജോലി ചെയ്യുന്നു, ജോലി ചെയ്ത് നല്ലൊരു ഭാവി അവർക്ക് ലഭിക്കും എന്ന് ഒരു ചെറിയ വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് വളരെ നന്നായി പഠിച്ചുകൊണ്ട് ഒരു സർക്കാർ ജോലി നേടിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ചില വ്യക്തികളാകട്ടെ, ചില ആളുകൾ എന്ത് കാര്യം ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ചെറിയ വിഭാഗം ആളുകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു മുൻധാരണ വെച്ചുകൊണ്ട്, എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞുകൊണ്ട്, ജീവിതത്തിൽ വലിയ പുരോഗതികളൊന്നും നേടാതെ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ ലോകം സൃഷ്ടിച്ചുകൊണ്ട് നേരിട്ട് ആരോടും ഒന്നും സംസാരിക്കാതെ അതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സമയത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പല ആളുകളിൽ നിന്നും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഭിന്നമായ അഭിപ്രായങ്ങൾ ആളുകളിൽ നിന്ന് വരുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അല്ലെങ്കിൽ കേവലം 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന എത്ര വിഭാഗം ആളുകളുണ്ട്? അതിൽ നിങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് പല ആളുകൾക്കും ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ അടുത്തിടെ വന്ന ഒരു വലിയ ഒരു സർവേ വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് പണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് ജീവിതം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണ് മിക്കവാറും സമയം ചിലവഴിക്കുന്നതും അവരുടെ പണം കൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് കൃത്യമായൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ നടന്ന ഒരു സർവേയുടെ ഫലം ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് പുറമേ കാണുന്ന ഓരോ മനുഷ്യനും വളരെ ഭംഗിയായി ജീവിക്കുന്നു, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വിനോദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നു, വീട് അതിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മോടി പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ അവരെ സഹായിക്കുന്നത് EMI എന്ന് പറയുന്ന പുതിയ ഒരു സാമ്പത്തിക രൂപമാണ്. ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ ഒന്ന് ചെറിയ രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട്
അവരുടെ ഏതാവശ്യവും നടപ്പിലാക്കുവാനുള്ള EMI ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് എത്തുന്ന രീതി ഒരുപാട് ഫിനാൻഷ്യൽ കമ്പനികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല ആളുകളും വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ആ ഒരു രീതി, EMI എന്ന് പറയുന്ന രീതിയെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുകയും യഥാർത്ഥത്തിൽ വലിയ കടക്കാരായി ഓരോ ദിവസവും മാറുന്നതറിയാതെ അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് കോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഒരല്പം ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായി സംസാരിക്കാനിടയായി. കാണാൻ വളരെ ഭംഗിയുള്ള, വളരെ നല്ല സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരിന്ന് ചെയ്യുന്ന ബിസിനസ്സിലെ റിസ്ക് അവർ വളരെ നന്നായി അവതരിപ്പിച്ചു. ഒരു കാര്യമായ മെച്ചമൊന്നുമില്ലാതെ ആളുകളുടെ മുമ്പിൽ ജീവിതത്തെ കാണിക്കാൻ പെടാപ്പാട് പെട്ട് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. അപ്പോഴും അവർക്ക് ഒരു പുതിയ കാലഘട്ടവുമായി, ഡിജിറ്റൽ കാലഘട്ടവുമായി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ താല്പര്യമില്ലാത്ത ഒരവസ്ഥ. അവരെ സംബന്ധിച്ച് അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. ഇതേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും. ഏകദേശം 42 വർഷക്കാലം എനിക്ക് കൃത്യമായി അറിയുന്ന ജോലിയാണ് ഞാൻ ചെയ്തത്. കൃത്യമായി എന്നെ പഠിപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്തത്. കാണാൻ കഴിയുന്ന പണം നേടിയെടുത്തുകൊണ്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയ നാളുകൾ. പക്ഷേ നമ്മൾ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായത് ഒരുപാട് വലിയ വലിയ കടങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് പെട്ടെന്ന് പണം കടം കിട്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും അവസാനം എത്തിച്ചേരുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കടത്തിൻ്റെ വലിയ കൂമ്പാരത്തിലാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും എന്തു സംഭവിക്കും? തിരിച്ചടവുകൾ മുടങ്ങിക്കൊണ്ട്, മാനസികമായ സമ്മർദ്ദത്തിലടിപ്പെട്ടുകൊണ്ട്, വളരെ നിരാശനായി, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ഒറ്റപ്പെടുന്നതായി ഫീൽ ചെയ്തുകൊണ്ട്, അധ്വാനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് വളരെ അസ്വസ്ഥനായി ജീവിക്കുന്ന ഒരുപാട് മുഖങ്ങളെ ഞാൻ ഈ കാലയളവിൽ കണ്ടു. എന്നെ സംബന്ധിച്ച് ഞാനും ആ ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 വർഷം പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സാമ്പത്തിക ആശയത്തെ പഠിക്കാനെടുത്തൊരു തീരുമാനം ഞാൻ നേരിട്ട് കാണുകയോ എനിക്ക് പാരമ്പര്യമായി ഇത്തരം മേഖലകളിലെ കഴിവുകൾ പകർന്ന് കിട്ടപ്പെടാത്ത ഒരാളായിട്ട് പോലും ആ ഒരു ആശയത്തെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം എനിക്ക് സംഭവിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ കടം എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ആ ഒരു വ്യാപ്തി കുറഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എൻ്റെ ജീവിതം മെച്ചപ്പെട്ടു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കണ്ടെത്തിയ മാർഗം അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും പഠിക്കേണ്ടത് ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ്. കാരണം ആ ഒരു മേഖലയിലെ എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുക, ഒരു കഴിവിനനുസരിച്ചാണ് ഒരു മനുഷ്യനിലേക്ക് പണം വരുന്നത്. ഒട്ടുമിക്ക ആളുകളും ഒരു ദിവസത്തിൻ്റെ മിക്കവാറും സമയം ചെലവഴിക്കുന്നത് പണം ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ്. അത് ജോലിയായിട്ടായാലും എന്ത് ബിസിനസ്സായാലും ശരി. പക്ഷേ കൃത്യമായ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്ത് ജോലിയാണ് ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്? വളരെ കുറച്ച് ജോലികൾ മാത്രമാണ്. നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ഒരു തൊഴിലാളിയുടെ മാനസിക അവസ്ഥയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു ലേബർ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ആണ് നമ്മുടെ ജീവിത
ചക്രത്തെ വിപുലപ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ലേബർ മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് പല ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ടിട്ട് പോലും അതിൽ നിന്നും മാറാതെ വീണ്ടും ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് കടങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതറിയാതെ ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ നാൾ മുതലാണ് ഞാൻ കാണാത്ത, എനിക്കറിയാത്ത ആളുകൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു പുതിയ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് പേൾവൈൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ആശയത്തെ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഞാനൊരു പുതിയ പ്രോസസ്സിലേക്ക് കടന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ കടങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരാൻ തുടങ്ങി. എൻ്റെ മാനസികാവസ്ഥ വളരെ സ്വസ്ഥമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. നന്നായി ഉറങ്ങാൻ കഴിയുന്നു. ആളുകൾക്ക് മുമ്പിൽ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ നിൽക്കേണ്ട ഒരവസ്ഥ ഇന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? വളരെ ജെന്യുവനായ ഇനി വരുന്നൊരു കാലഘട്ടത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് അതിന് കാരണം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. ഒരു 6 പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ വേണ്ടി നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്കറിയാം ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കയറി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ അസറ്റായ ബിറ്റ്കോയിൻ മുതൽ എത്തൂറിയം മുതൽ ഇതൊക്കെ സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ വാലറ്റാണ് പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് നമ്മുടെ എല്ലാ ബിസിനസ്സും നടക്കുന്നത്. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണം പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം സാധാരണഗതിയുള്ള പണം പ്രവർത്തിക്കുന്ന രീതി. നമുക്കൊരു ബാങ്കിങ് സെക്ടറിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റു വ്യക്തികൾ അത് ലോണായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകവുമായി ബന്ധപ്പെട്ടാണ് സാധാരണ മണി പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർക്ക് പണം തിരിച്ചു കൊടുക്കാനും ഒരു ലോണിന് ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് പണം കിട്ടുകയും ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെക്കുറിച്ചും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുള്ള ആളുകൾക്ക് കൃത്യമായിട്ടറിയാം. നമുക്ക് എത്രമാത്രം നമ്മുടെ കഴിവിനനുസരിച്ചാണ് നമുക്ക് സാമ്പത്തികം ലഭിക്കുന്നത്. പക്ഷെ അതിന് പരിമിതമായ ഒരു മേഖലയിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. ഇവിടെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി മേഖലയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മളൊരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? നേരത്തെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. അവിടെ എപ്പോഴും അത് നിയന്ത്രിക്കുന്നത് മൂന്നാമത്തെ ഒരു കക്ഷിയാണ്. അദ്ദേഹം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സർവീസും ലഭിക്കില്ല. ആ ചെയ്യുന്ന സർവീസിന് നമ്മളങ്ങോട്ട് എന്ത് കൊടുക്കണം? നമുക്കതിൻ്റേതായ ചാർജും കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ട്രസ്റ്റ് വാലറ്റിനെ കുറിച്ച് പറഞ്ഞു. നമുക്കതിൽ ഒരു നിശ്ചിത ടോക്കൺ പേൾവൈൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന PVC മെറ്റ അവതരിപ്പിക്കുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ 1000 എണ്ണം വാങ്ങി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 6 പ്രൊജക്റ്റിനെ കുറിച്ച് വളരെ നന്നായി പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ 20% റഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? ഈ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്ന ഈ 6 പ്രോഗ്രാമിൽ 4 പ്രോഗ്രാമുകൾ സിസ്റ്റം തന്നെ ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മൊബൈൽ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ലാസ്റ്റ് വൺ ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ. ഇവിടെ നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ ഈ 6 പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മാറി 1000 കോയിൻ വാങ്ങി നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് ചെയ്യുക. നമുക്കതിനെന്താണ് കിട്ടുന്നത്? ഡെയിലി 0.20 2 ടോക്കൺ വീതം ലഭിക്കുന്നു. 1000 ദിവസം കൊണ്ട് നമുക്ക് നേരെ ഇരട്ടി. 1000 ടോക്കണാണ് നിങ്ങൾ വാങ്ങിയത്, 1000 ടോക്കൺ കൂടി അധികം ലഭിക്കുന്നു. അങ്ങനെ 2000 ടോക്കൺ നിങ്ങളുടെ വാലറ്റിലേക്ക് എത്തുന്നൊരവസ്ഥ. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഓരോ ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹം വാങ്ങിക്കുന്ന ഒരു മാസം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% നമുക്ക് റഫറൽ കമ്മീഷൻ ലഭിക്കും. അതിനുശേഷം നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്കെല്ലാവർക്കും പണം വളരെ അത്യാവശ്യമാണ്. അത് പണം വളരുന്നതായിരിക്കണം.
ഒരിക്കലും ഒരു സ്ഥലത്ത് കെട്ടിയിടുന്നതാവരുത്. അങ്ങനെയെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് സാധാരണ നിലയിൽ നിന്നും വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ ഇരട്ടിയായി തിരിച്ചു കിട്ടുന്നു. വെറും 33 മാസം കൊണ്ട്. മാത്രമല്ല നമുക്ക് പിന്നെയും രണ്ടവസരം സിസ്റ്റം തരികയാണ്. നിങ്ങൾക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കോമ്പൗണ്ട് ചെയ്യുക. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന വരുമാനം വീണ്ടും നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വരുമാനം കൂടി വരുന്നതായി കാണാം. അങ്ങനെ ശരാശരി 5 ലക്ഷം രൂപ, ഒരു 50 ലക്ഷം രൂപയൊക്കെ വളരുന്നതായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷമുള്ള ഒരു പ്രോഗ്രാമാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഇവിടെ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടൂ. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം അന്ന് തന്നെ 2 പേരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കണം. ഈ 3 അക്കൗണ്ടിലും ഒരേ തുക തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ സംഭവിക്കുമ്പോൾ മെയിൻ വാലറ്റിൽ അദ്ദേഹത്തിന് ഒരു 70 കൂടി അധികം ലഭിക്കുന്നു. 0.20 + 70 = ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ലഭിക്കുന്ന നേട്ടം എന്ന് നമുക്ക് നോക്കാം. റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം 20 പേരെ കൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ലെവലിൽ നടക്കുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും 20% അദ്ദേഹത്തിന് ലഭിക്കും. 20 മുതൽ 1% വരെയാണ് റഫറൽ കമ്മീഷൻ ലഭിക്കുക. അതിൻ്റെ കൂടെയാണ് ഒരാളെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറിയിക്കാതെ അവരുടെ പോയി കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നമുക്കിതിൽ കോമ്പൗണ്ടിങ് ചെയ്യാം. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് കിട്ടുന്ന റിട്ടേൺ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രോഗ്രാമാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഒരേ ദിവസം 3 ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7% കൂടി അധികം കിട്ടുമ്പോൾ നമുക്ക് 5 മാസം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ ഇരട്ടിയായി വരും. ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോലും വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഏതൊരു വ്യക്തിയേക്കാളും വളരെ ഗംഭീരമായി നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം പേൾവൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോകളൊക്കെ നിരന്തരമായി കാണുകയും പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് സെഷനുകളിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങളിൽ ഉണ്ടായ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായി വളരെ നല്ല രീതിയിൽ ഉന്നത നിലവാരത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ അവരെ കൂടി പേൾവൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കാൻ തയ്യാറാകുക. അതിന് നമുക്ക് 5ലധികം ടെലഗ്രാം മീറ്റിങ്ങുകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. ഒത്തിരി ലീഡേഴ്സിൻ്റെ നമ്പറുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു മേഖലയിൽ വളരെ വലിയ ഒരു വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഷാജി, കണ്ണൂർ.